നമസ്കാരം. ഞാൻ കവിരാജ് അമ്പലപ്പുഴ. എൻ്റെ ഓസ്ട്രേലിയൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട 12ാമത്തെ എപ്പിസോഡാണ് ഇത്. ഇന്ന് ഞാൻ പ്രത്യേകിച്ചൊരു ടൂറിന് പോകാതെ തന്നെ താമസിക്കുന്ന സ്ഥലവും അതിന് ചുറ്റുപാടുമുള്ള സ്ട്രീറ്റുകളും പ്രധാനപ്പെട്ട സ്ട്രീറ്റുകളും എല്ലാം ഒന്ന് നേരിട്ട് പോയി ഒറ്റയ്ക്ക് തന്നെ പര്യവേഷണം ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ബെസ്റ്റ് വെസ്റ്റേൺ എന്ന സ്ഥലത്താണല്ലോ ഞാൻ താമസിച്ചിരുന്നത്. എൻ്റെ ഹോട്ടലിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇത്. ഇന്ന് നമുക്ക് വിലപിടിപ്പുള്ള അതായത് വളരെ പ്രാധാന്യപ്പെട്ട പല സ്ട്രീറ്റുകളും ഒന്ന് പോകണം, കാണണം. ഇവിടുത്തെ ലോക്കൽ ഫുഡുകളെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. മെൽബണിലെ ഏറ്റവും പ്രശസ്തമായ തെരുവുകളിൽ ഒന്നാണ് ബോർക്ക് സ്ട്രീറ്റ്. ഹോഡിൻ ഗ്രിൻറ്റിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇത് മാഡം ബ്രസൽസ്, ഹീറോസ്, ഫാൻസി ഹോങ്സ് തുടങ്ങിയ ഷോപ്പിങ്ങിനും ഡൈനിങ്ങിനും ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ്. ധാരാളം ട്രാമുകൾ, വിശാലമായ നടപ്പാതകൾ, കാൽനടക്കാർക്ക് അനുയോജ്യമായ ബോർക്ക് സ്ട്രീറ്റ് മാൾ എന്നിവയെല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നേവിഗേറ്റ് ചെയ്ത് എത്തിപ്പെടാവുന്ന സ്ഥലങ്ങളെല്ലാം ഈ സ്ട്രീറ്റിലുണ്ട്. മെൽബോണിലെ തന്നെ ഏറ്റവും ചിലവേറിയതോ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രീറ്റുകൾ ഏതെന്ന് തിരക്കിയാൽ സെൻറ്റ് ജോസഫ്, ഹോപ്പ് ടൗൺ റോഡ്, ലിൻലോത്ത് റോഡ് സ്ട്രീറ്റ്, കെൽഡൺ സ്ട്രീറ്റ്, ഈവനിംഗ് റോഡ് സ്ട്രീറ്റ്, സെൻറ്റ് സിനിയാൻസ് സ്ട്രീറ്റ് എന്നിവയെല്ലാമാണ് ആ ലിസ്റ്റിൽ പെടുന്നത്. മെൽബോണിലെ ആൺകുട്ടികൾക്കായുള്ള ഏകലിംഗ വിദ്യാഭ്യാസ സെലക്റ്റീവ് സ്റ്റേറ്റ് സ്കൂളാണ് മെൽബോൺ ഹൈസ്കൂൾ. പ്രവേശന പരീക്ഷയിലെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നു. എല്ലാ വർഷവും 339 സീറ്റുകളിലേക്കാണ് 9ാം ക്ലാസ്സിലെ പ്രവേശനം. ഏകദേശം 1400-ലധികം അപേക്ഷകൾ കാണും അവിടേക്ക്. മെൽബണിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളുകളും സർവകലാശാലകളും സ്ഥിതി ചെയ്യുന്ന സ്ട്രീറ്റിലേക്കാണ് നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മെൽബോൺ സർവകലാശാല, മോനാഷ് സർവകലാശാല, MRIT സർവകലാശാല, ഡെക്കിൻ സർവകലാശാല, ഡോപ്പ് സർവകലാശാല എന്നിവ ഉൾപ്പെടെ നിരവധി പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെൽബണിലുണ്ട്. ഇവ ഗണ്യമായ എണ്ണം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെയാണ് ആകർഷിക്കുന്നത്. കാഴ്ചകൾ കണ്ടും ചിത്രീകരിച്ചും ഞാൻ മെൽബോണിലെ ഫിൻഡേഴ്സ് സ്ട്രീറ്റിൽ എത്തിച്ചേർന്നു. പരിവേഷകനായ മാത്യു ഫിൻഡേഴ്സിൻ്റെ പേരിലുള്ള ഒരു പ്രമുഖ തെരുവാണ് ഇത്. നമുക്ക് ആ ബോർഡ് വായിച്ചാൽ മനസ്സിലാകും. ഈ ഫിൻഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു വശമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഹോഡിൻ ഗ്രിറ്റിൻ്റെ തെക്കേ അറ്റത്ത് രൂപാന്തരപ്പെടുകയും യാര നദിക്ക് ഏകദേശം സമാന്തരമായി ഒഴുകുകയും ചെയ്യുന്നുണ്ട്. ഒരു പ്രധാന റെയിൽവേ സ്റ്റേഷനും തിരിച്ചറിയാവുന്ന ഒരു ലാൻഡ്മാർക്കുമായ ഐക്കോണിക് ഫിൻഡേഴ്സ് സ്ട്രീറ്റ് സ്റ്റേഷൻ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ആ സ്റ്റേഷൻ. ഫിൻഡേഴ്സ് സ്ട്രീറ്റ് സ്റ്റേഷൻ ഓസ്ട്രേലിയയിലെ ഏറ്റവും പഴക്കമേറിയ റെയിൽ സ്റ്റേഷനാണ്. അതിന് പ്രമുഖമായ പച്ച ചെമ്പ് താഴികക്കുടം, വ്യതിരിക്തമായ മഞ്ഞമുഖം, കമാനാകൃതിയിലുള്ള പ്രവേശന കവാടം, ഗോപുരം, ക്ലോക്കുകൾ എന്നിവയാൽ മെൽബോണിൻ്റെ ഏറ്റവും തിരിച്ചറിയാവുന്ന ലാൻഡ്മാർക്കുകൾ ഒന്നാണ് ഇത് ഇപ്പോൾ കടന്നുപോയത്. ആ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോഴാണ് എൻ്റെ ശ്രദ്ധ മറ്റൊരു കൈവഴിയിലേക്ക് തിരിഞ്ഞത്. ഇതാണൊരു ഫുഡ് സ്ട്രീറ്റാണ് ഇവിടെയും കയറി നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ഒന്ന് അന്വേഷിക്കാം, കണ്ടിരിക്കാം എന്നുള്ള താല്പര്യത്തോടു കൂടി ഞാൻ ആ സ്ട്രീറ്റിലേക്ക് തിരിഞ്ഞു. ലൈഗോൺ സ്ട്രീറ്റിലെ മെൽബണിലെ കഫേ സംസ്കാരത്തിൻ്റെ നമുക്കിതിലൂടെ ആസ്വദിക്കാൻ സാധിക്കും. കോണ്ടിനെൻ്റൽ ശൈലിയിലുള്ള ബാറുകൾ, ട്രയോട്ടറികൾ, പാസ്റ്റിസറി എന്നിവ, കോഫി പേസ്ട്രികൾ, കോക്ടെയിലുകൾ, ആധികാരിക ഭക്ഷണ വിഭവങ്ങൾ എന്നിവയ്ക്കായി ഇവിടം രാവും പകലും നമ്മളെ സ്വാഗതം ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാകും, ഒരു വശത്ത് നീളത്തിലുള്ള നിരകളിൽ നിന്നിട്ട് അവിടെ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് 2 മണിയായി. അത് കാരണം ഉച്ചയ്ക്കുള്ള ലഞ്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മെൽബണിൽ നിന്നും 10 മികച്ച പ്രാദേശിക വിഭവങ്ങൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപ്പും കുരുമുളകും കമലാരി ക്ലാസ് ചെയ്ത സീ ഫുഡ്, ഫെയറി ബ്രെഡ്. ഇത് മെൽബോണിലെ ഷോപ്പിംഗ് പോകാൻ ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ ഒന്നാണ്. അതായത് ഈ ഡൈനിങ്ങിന് പോകാനുള്ള ഏറ്റവും ബെസ്റ്റ് സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ കാണുന്നത്. ഇവിടുത്തെ പ്രധാന ഭക്ഷണങ്ങളിൽ ഒന്നാണ് ചിക്കൻ പാർമ, മൊസറല്ലയും പാർമസും ചേർത്ത് വറുത്ത ഇറച്ചി കട്ട്ലറ്റ്, അൻസാക്ക് ബിസ്ക്കറ്റ് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ഭക്ഷണങ്ങൾ നമുക്ക് കിട്ടുന്നത്. മെൽബോണിലെ ലോക്കൽ ഫുഡിൽ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഐറ്റമാണ് ലാം റോസ്റ്റ്.
ഒരു സൺഡേ റോസ്റ്റിനേക്കാൾ ഓസ്ട്രേലിയയിൽ മറ്റൊന്നുമില്ല. അതുപോലെ ഒരു ഭക്ഷണ പദാർത്ഥമാണ് അത്. ലോക്കൽ ഉള്ള ആൾക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണവും അതുതന്നെയാണ്. മെൽബൺ നഗരത്തിലെ ഒരു ഐക്കണിക് തെരുവാണ് കോളിംഗ് സ്ട്രീറ്റ്. പാരീസിലെ ചാംസ് എലിസിക്കിന് ആ സ്ട്രീറ്റിന് തുല്യമായിട്ടുള്ളതാണ് ഇത്. നിരവധി മനോഹരമായ കടകൾ, നിരവധി റെസ്റ്റോറൻറ്റുകൾ, നിരവധി പഴയ ഫാഷൻ കെട്ടിടങ്ങൾ, വളരെ ബ്രിട്ടീഷ് ശൈലിയിലുള്ളതാണ് ഇവയെല്ലാം. നമ്മൾ മെൽബണിൽ നിന്നുള്ള ആളല്ലെങ്കിൽ നമ്മൾ തീർച്ചയായും ഒരു തവണയെങ്കിലും ഈ സ്ട്രീറ്റിൽ വരികയും ഇതിലത്തെ പല കാര്യങ്ങളും നമുക്ക് കണ്ട് മനസ്സിലാക്കാനുണ്ട്. പണക്കാർ മുതൽ പാവപ്പെട്ടവർ വരെ ഈ സ്ട്രീറ്റിൽ പല രീതിയിൽ ജീവിതം നയിക്കുന്നത് നമുക്ക് നേരിൽ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മെൽബണിലെ വളരെ പേരുകേട്ട ഒരു സ്ട്രീറ്റാണ് മെൽബണിലെ കിങ് സ്ട്രീറ്റ്. എന്തുകൊണ്ടാണ് ഇത് പേരുകേട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെൽബണിലെ രാത്രി ജീവിതത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായി ഇത് കണക്കാക്കപ്പെടുന്നു. കൂടാതെ നിരവധി പബ്ബുകൾ, നൈറ്റ് ക്ലബ്ബുകൾ, റെസ്റ്റോറൻറ്റുകൾ, മുതിർന്നവർക്കായിട്ടുള്ള വിനോദവേദികൾ എന്നിവയും ഇവിടെയുണ്ട്. 1837 സ്ഥാപിച്ച് യഥാർത്ഥ ഹോഡ്ഗ്രീറ്റിൻ്റെ ഭാഗമായ ഈ റോഡ് സൗത്ത് ബാങ്കിനെയും നോർത്ത് മെൽബണിനെയും നഗരമധ്യത്തിലൂടെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഗതാഗത പാതയായി മാറിയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് വന്നിരിക്കുന്നത് മറ്റ് 2 സ്ട്രീറ്റുകൾ കടന്നതിന് ശേഷം ഞാൻ തിരിച്ച് വീണ്ടും എത്തിയത് ഫ്ലിൻഡേഴ്സ് സ്ട്രീറ്റിൻ്റെ ഒരു മറുവശത്താണ് എത്തിയിരിക്കുന്നത്. നമ്മൾ ആദ്യം കണ്ടിരുന്നല്ലോ ഒരു റെയിൽവേ സ്റ്റേഷൻ, ഫ്ലിൻഡേഴ്സ് റെയിൽവേ സ്റ്റേഷൻ. അതിൻ്റെ ഏറ്റവും ഫ്രണ്ട് വശത്താണ് ഞാനിപ്പോൾ തിരിച്ച് എത്തിയിരിക്കുന്നത്. ഇതാണ് എൻ്റെ ഫ്രണ്ട് വശം. ഓസ്ട്രേലിയയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതും നല്ല റാങ്കോടുകൂടി കഴിയുന്നതുമായ അല്ലെങ്കിൽ നടത്തി വരുന്നതുമായ മൊനാഷ് യൂണിവേഴ്സിറ്റി, അതാണ് നമ്മളിപ്പോൾ നമ്മുടെ ഇടതുവശത്ത് കണ്ടത്. അന്താരാഷ്ട്ര പഠനാനുഭവങ്ങളിൽ ശക്തമായ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഓസ്ട്രേലിയയിലുടനീളം മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെ അന്താരാഷ്ട്ര സ്ഥലങ്ങളിലും ക്യാമ്പസുകൾ വാഗ്ദാനം ചെയ്യുന്ന ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു സ്ഥാപനമായിരുന്നു നമ്മളിപ്പോൾ കണ്ടു പറഞ്ഞത്. ആഗോളതലത്തിൽ വളരെ ശ്രദ്ധയാർജിച്ച മറ്റൊരു സർവകലാശാലയാണ് മെൽബൺ സർവകലാശാല. ശക്തമായ അക്കാഡമിക് പ്രശസ്തിക്കും അന്താരാഷ്ട്ര ശ്രദ്ധയ്ക്കും പേരുകേട്ടതാണ് അത്. വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും ഓസ്ട്രേലിയയ്ക്ക് പുറത്തു നിന്നുള്ളവരാണ്. ആഗോളതലത്തിൽ പ്രത്യേകിച്ച് വൈദ്യശാസ്ത്രം, നിയമം തുടങ്ങിയ മേഖലയിൽ ഇത് ഉയർന്ന റാങ്കാണ് സ്ഥിരീകരിക്കുന്നത്. ആ ഭാഗത്തൂടെയാണ് നമ്മളിപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മെൽബൺ നഗരത്തിൽ ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ നടന്ന് നമുക്ക് പരിവേഷണം ചെയ്യാവുന്ന പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളും ഉണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ റോയൽ ബോട്ടാണിക് ഗാർഡൻ മെൽബൺ, ഹിറ്റ്റോയ്സ് ഗാർഡൻ, മെൽബൺ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഷോർട്ട് ടൂർ, കാൾട്ടൗൺ ഗാർഡൻസ്, കാൾട്ടൺ ചരിത്രം, ജൂത ക്രിസ്ത്യൻ മുസ്ലിം അസോസിയേഷൻ സൗഹൃദ നടത്തം, ഇങ്ങനെ പലതും നഗരത്തിൽ നിന്ന് തന്നെ ഗ്ലാഡോഡിക്കൻസിലേക്ക് എന്നീ സ്ഥലങ്ങളിലേക്ക് നമുക്ക് നടന്നു തന്നെ പല ഭാഗങ്ങളും കാണാനും പരിവേഷണം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല നടപ്പാതയുണ്ട്, നല്ല തണൽ കിട്ടും, ആരും ക്ഷീണിക്കാതെ തന്നെ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് നടന്ന് പരിവേഷണം ചെയ്യാവുന്നേ ഉള്ളൂ. നടന്ന് ഞാൻ മെൽബണിലെ തന്നെ മോർണിംഗ് ടൗൺ പെനിൻസുലയിലെ ഒരു കടൽത്തീര പട്ടണമായ ഫ്ലിൻഡേഴ്സ്, അതായത് നമ്മൾ നിൽക്കുന്ന തുടക്കത്തിൽ നടന്നു വന്ന ആ ഫ്ലിൻഡേഴ്സ് സ്ട്രീറ്റ് കഴിഞ്ഞ് അതിൻ്റെ ഒരു മെയിൻ പോയിന്റിലാണ് ഞാൻ വന്ന് നിൽക്കുന്നത് ഇപ്പോൾ. മെൽബണിലെ സെൻട്രൽ ബിസിനസ് സ്ട്രീറ്റിന് 73 കിലോമീറ്റർ തെക്ക് ഷെയർ ഓഫ് മോർണിംഗ് പെനിൻസുലയ്ക്ക് ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ ഏരിയയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2021 സെൻസസ് പ്രകാരം ഈ പ്രദേശത്ത് 1130 ജനസംഖ്യയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മെൽബണിലെ ലൈൻ ബേസ് ആസ്ഥാനമായ ഫ്ലിൻഡേഴ്സ് ലൈനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവാർഡ് നേടിയ മികച്ച ഡൈൻമാർക്കർക്കും ബ്യൂട്ടിക് ബാറുകൾക്കും സമാനമായ ഗാലറികൾക്കും പ്രാദേശിക ഫാഷൻ ലേബലുകൾക്കും ഒരു പ്രസിദ്ധപ്പെട്ട സ്ഥലമാണ് ഇത്. അതായത് ഒരു ഹോട്ട് സ്പോട്ടാണ് ഇത്. ബ്രിട്ടീഷുകാരനായ മാത്യു ഫ്ലിൻഡേഴ്സ് 1814 ഓസ്ട്രേലിയയെ ചുറ്റി സഞ്ചരിച്ച ആദ്യ വ്യക്തി. അദ്ദേഹത്തിൻ്റെ ചാർട്ടുകൾ വളരെ കൃത്യമായിരുന്നതിനാൽ ചിലത് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. പ്രശസ്ത ക്യാപ്റ്റൻ ബ്ലെയോടൊപ്പം പ്രൊവിഡൻസൻ കപ്പൽ കയറിയ ശേഷം ഫ്ലിൻഡേഴ്സിൻ്റെ സാഹസികതകൾ അദ്ദേഹം റിലയൻസ് ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവന്ന് അവിടെ നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കും സ്മരണയ്ക്കും വേണ്ടിയാണ് ഫ്ലിൻഡേഴ്സ് സ്ട്രീറ്റും ഈ സ്ഥലത്തിന് ഈ പേര് കൊടുക്കാനും കാര്യം.
അദ്ദേഹത്തിൻ്റെ പേര് നിലനിർത്താൻ വേണ്ടി ആണ് ആ പേര് ഇന്നും നിലനിൽക്കുന്നതും നിർത്തിയിരിക്കുന്നതും പേരിട്ടിരിക്കുന്നതും. മെൽബോണിൽ ഇനി ശ്രദ്ധിക്കുന്നതുമായ മറ്റൊരു വസ്തുതയാണ് മെൽബൺ മ്യൂസിയവും ബന്ധപ്പെട്ടുള്ള സ്റ്റേഷനും നമ്മളിപ്പോൾ ഫ്രണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് മെൽബോൺ സെൻട്രൽ സ്റ്റേഷൻ എന്നാണ് അറിയപ്പെട്ടിരിക്കുന്നത്. കട്ട് ആൻഡ് കവർ നിർമ്മാണം സാധ്യമാക്കുന്നതിനായി ലാട്രോപ്പ് സ്ട്രീറ്റിൻ്റെ തെക്ക് വശത്തുള്ള ഭൂമി 1971 ഏറ്റെടുത്തതോടുകൂടിയാണ് ഈ മ്യൂസിയവും സെൻട്രൽ സ്റ്റേഷനും പ്രാബല്യത്തിൽ വന്നത്. മെൽബോണിൻ്റെ ചരിത്രവും വിശിഷ്ട വിവരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.